നമ്മൾ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത്, തൊടുപുഴയ്ക്കും കുളമാവിനും ഇടയ്ക്കുള്ള കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊട്ടു പിറകിൽ കാണുന്ന മനോഹരമായ ദൃശ്യം. പക്ഷേ മനോഹരമാണെന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടായി ഇല്ലേ? 2 ഉരുൾപൊട്ടലുണ്ടായി, പിന്നെ 2 കുട്ടികൾ ആ മുകളിൽ പ്രേക്ഷകർക്ക് കാണാം. ഒരു നല്ല മഴക്കാലത്ത് നല്ല പാദസ്വരം പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു അരുവി ഉണ്ടാവും, അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവും അല്ലേ? ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ 2 കുട്ടികളെന്തോ മരിച്ചു. അവർക്ക് മൈക്ക് ഓണാണ്, പറഞ്ഞോളൂ. ഫോട്ടോ എടുക്കാൻ വന്നാണോ അവര്? ഫോട്ടോ എടുക്കാനായിട്ട് വന്നാണ്. താഴെ വീണു പറയുന്ന അപ്പുറത്തേക്ക് സൈഡിലേക്ക് കടന്നു പോയിരുന്നവര്. അപ്പോൾ ഇടിയും മിന്നലും ഉണ്ടായപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ അവർ ഇങ്ങോട്ട് പാസ് ചെയ്താണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ വീട്. ആ സിനിമയടക്കം ഒട്ടേറെ സിനിമകൾക്ക് പശ്ചാത്തല ഭംഗിയൊരുക്കിയ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാഞ്ഞാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയുള്ളവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് നമ്മൾ തേടിയത്. അപ്പോൾ നമ്മൾ ചോദിച്ചു വന്നത് ആർക്കാണ് മണ്ഡലത്തിലെ സാധ്യത എന്നാണ്. പറഞ്ഞു വരുമ്പോൾ സംഗീത വിശ്വനാഥിന് ഒരു അവസരം കൊടുക്കണം എന്നാണ് അമ്പിളി പറയുന്നത് അല്ലേ? എത്ര വോട്ട് കിട്ടും? കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നില മെച്ചപ്പെടുത്തു BDS, വോട്ട് നില മെച്ചപ്പെടുത്തും. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനകത്ത് എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. അതായത് ഈ UDF നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി 4 സീറ്റ് ഒഴിച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി അടക്കം സംഗീത വിശ്വനാഥിനെ ഒരേ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ആണോ? അത്രയും സ്ട്രോങ് ആയ 2 സ്ഥാനാർത്ഥികളെ ഒരേ ദിവസം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആണ്. അപ്പോൾ ഇടുക്കി മണ്ഡലത്തിൽ ആര് വന്നാലാണ് വികസനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്? സംഗീത വന്നാലാണ് വികസനം ഉണ്ടാവുക. അപ്പോൾ ജോയ്സ് ജോർജ് കൊണ്ടുവന്ന വികസനമാണോ ഡീൻ കൊണ്ടുവന്ന വികസനമാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരു പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല, നല്ലൊരു വികസനം ഇടുക്കിയിലേക്ക് വന്നിട്ടില്ല. ആണോ? ഒട്ടും വികസനം വന്നിട്ടില്ല ഇടുക്കിയിലേക്ക്. വികസനം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായ രീതിയിൽ ഇടുക്കിയുടെ സാഹചര്യങ്ങളും ഇടുക്കിയുടെ ടൂറിസ്റ്റ് സാഹചര്യങ്ങളും മറ്റു സാഹചര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടുക്കിയെ ഒരു ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു വികസനം ഇടുക്കിയിൽ കൊണ്ടുവന്നിട്ടില്ല.